വരൂ വരൂ, നിന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഓഡിറ്ററെ കണ്ടു. നമ്മുടെ ജോലിക്കാരുടെ പേയ്മെന്റ്സ് എല്ലാം ക്ലിയർ ചെയ്തു. 4-5 പേർ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതും പരിഹരിച്ചു. വെരി ഗുഡ്. ബൈ ദ ബൈ പ്രസാദ്, ഗീത ജോലി വിട്ടു പോയോ? ആ, നമ്മൾ പിരിച്ചുവിട്ടവരിൽ ഗീതയുടെ ഒരു കൂട്ടുകാരിക്ക് ജോലി നഷ്ടപ്പെട്ടു. അവളൊരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണായിരുന്നു. അവളെ സഹായിക്കാൻ വേണ്ടി ഗീത ജോലി രാജിവെച്ചു. ഐ സി. റൈറ്റ് പ്രസാദ്, യു ക്യാൻ പുഷ് ഓഫ്. ഓക്കെ സാർ. വാടാമത്തായി, നമുക്ക് ക്ലബ് വരെ ഒന്ന് പോവാം. മിസ്റ്റർ പ്രസാദ്, ഗീത ജോലി കളഞ്ഞു. നിങ്ങളുടെ ഫ്രണ്ടല്ലേ? പാവം, ജോലിയില്ലാതെ കുറെ കഷ്ടപ്പെടും. അതൊരു ലൂസാ. ഒരു ജോലി കിട്ടാൻ എന്താ പാട്? നീ പറഞ്ഞ് അവളെ തിരിച്ചെടുപ്പിക്കടേ. അവൾ പോണോന്ന് പറഞ്ഞാലും നിങ്ങൾ വിടരുത്. ഞാൻ വിടില്ല. പക്ഷേ റെസിഗ്നേഷൻ കൊടുത്തു പോയല്ലോ. അത് വാങ്ങാതെ തിരിച്ചു കൊടുക്കണമെന്നാ പറഞ്ഞത്. അതിനൊരു വഴിയേ ഉള്ളൂ. അവൾ കൊടുത്ത റെസിഗ്നേഷൻ ലെറ്റർ അവൾ തന്നെ തിരിച്ചു വാങ്ങണം. പേരൻസിന് മാറ്റർ. അത്രേ ഉള്ളൂ. വാടി, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. അപ്പ ഒരു പെൺപടയാ പോകുന്നത്. നമ്മുടെ കക്ഷി തിരിച്ചു വരും. അമ്മേ, ഞാൻ വരട്ടെ. എന്താടാ എല്ലാരും കൂടെ പൊതിയും ചേരാൻ പോകുന്നു? വാ, ക്ലാസ് തുടങ്ങാം. ഇല്ല, ഞങ്ങൾ ഇനി പഠിക്കുന്നില്ല. എന്താ സാറേ? പഠിപ്പ് മുടക്കാൻ പോകുന്നു. പഠിപ്പ് മുടക്കോ? എന്തിന്? അതൊക്കെ ഞങ്ങളുടെ യൂണിയൻ ലീഡർ നിത്യ ചേച്ചി സംസാരിക്കും. എടി, എന്താടി ഇതൊക്കെ? എന്താ ഡീന്നോ? അല്പം സൂക്ഷിച്ച് സംസാരിക്കണം. ഞാനിപ്പോ പിള്ളേരുടെ ലീഡറാ. വേണ്ടി വന്ന കൊടി പിടിക്കും കേട്ടോ. ആമേൻ. കൽപ്പന പോലെ. ആട്ടെ, ഇനിയെങ്കിലും കാര്യം ഒന്ന് പറയാമോ? നീ ഫീസ് വാങ്ങിയാലേ ഈ കുട്ടികളെ പഠിക്കാൻ വിടുന്ന ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ നേതാവ് പറയുന്നത് പോലെ തന്നെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാശ് വാങ്ങി ക്ലാസ് എടുക്കാൻ എന്നെ കിട്ടില്ല. എങ്കിൽ ഞങ്ങൾ കുട്ടികളെ അയക്കുന്നില്ല. വേണ്ട, അയക്കണ്ട. അപ്പൊ പിള്ളേരെ ചീത്താവട്ടെന്നോ? ഗീതേ, ഞങ്ങൾ പറയുന്നത് കാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നീ അനുസരിക്കണം. ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞിട്ട് നീ ഇപ്പൊ വേറെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെങ്ങാനും ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ദൂരെ എങ്ങാനും ആണെങ്കിൽ നിനക്ക് ഞങ്ങളെ വിട്ട് പോകാൻ മനസ്സ് വരുമോ? അതുകൊണ്ട് നേരം പോക്കിന് തുടങ്ങിയതാണെങ്കിലും ഇനി നീ ഇതൊരു ഫുൾ ടൈം ജോലിയായി കരുതണം. അതാ ശരി, അനുസരിക്കൂ. ഈ ചുറ്റുപാടിലുള്ള കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അല്ലേ പങ്കജ ചേച്ചി? പിന്നെ അല്ലാതെ. നമ്മൾ പറഞ്ഞാൽ കുട്ടികളെ വിടാതെ പൈപ്പിന്റെ അടുത്ത് വരാൻ ഏത് തള്ളയ്ക്കാ ധൈര്യം? ഇവരെല്ലാം പറയുന്നല്ലോ മോളെ, സമ്മതിക്കൂ. എന്താ സാറേ? ശരി, പിള്ളേരെ വിളിക്കൂ. എല്ലാരും മോളി പോ. വിദ്യാർത്ഥി ഐക്യം, വിദ്യാർത്ഥി ഐക്യം, വിദ്യാർത്ഥി ഐക്യം, വിദ്യാർത്ഥി ഐക്യം. ആശേ, നീ എന്താ ഈ വഴി? ഗീതേ, നീ ജോലി രാജിവെച്ചെന്ന് കേട്ടു. ആ രാജിക്കത്ത് തിരിച്ചു വാങ്ങിക്കാൻ പറയാൻ വന്നതാ. ആശേ, ജോലി കളഞ്ഞത് ഒരു ന്യായമായ കാര്യത്തിനായതുകൊണ്ട് എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. ഗീതേ, ഇവരൊക്കെ നിനക്ക് സപ്പോർട്ടായുണ്ടെന്നറിഞ്ഞു. ഇവരോടൊപ്പം ഈ ഉള്ളവളും ഉണ്ടായിരിക്കും. നിന്നോട് ഞാൻ നമുക്ക് നമ്മുടെ സീറ്റിൽ പോയിരിക്കാം. ഇത് ഞങ്ങളുടെ സീറ്റാണ്. താഴെ ഇറങ്ങണം. കുട്ടി, നിങ്ങൾക്ക് ഏത് സീറ്റ്? നിങ്ങളുടെ ഡിപ്പോസിറ്റേ പോയി. ഇതേ ഞങ്ങളുടെ പുതിയ മന്ത്രിസഭയാണ്. ഇപ്പൊ ഞങ്ങളാണ് മന്ത്രികൾ. ഞാൻ നിധി മന്ത്രി, ഇത് അരിമന്ത്രി, ഇത് തുണിമന്ത്രി, അത് ഉരുട്ട് മന്ത്രി, അത് പേട്ട് മന്ത്രി, അത് കുരുട്ട് മന്ത്രി. ചീഫ് ഇപ്പൊ വരും. എന്ത് അന്യായമാണ് കളിക്കുന്നത്? പ്ലീസ്, സോറി സിസ്റ്റർ, ക്ഷമിക്കൂ പ്ലീസ്. ഇവർ ചെയ്യുന്ന തെറ്റിന് ഞാൻ മാപ്പി വയ്ക്കും. പ്ലീസ് പ്ലീസ്. ക്ഷമിച്ചിരിക്കുന്നു. വാ. എന്താടാ നീ പ്ലേറ്റ് മാറ്റിയത്? എക്സ്ക്യൂസ് മീ, എന്റെ കൂട്ടുകാരെല്ലാം കൂടി എന്തോ തെറ്റ് ചെയ്തു. പക്ഷെ ഞാൻ മാപ്പി ചോദിച്ചു. ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി പ്ലീസ്. കണ്ടോടി, അവർ നമ്മളെല്ലാം അവമാനിച്ചത് കണ്ടോ? സാരമില്ലടി, അവര് തന്നെ വന്ന് മാപ്പ് ചോദിച്ചില്ലേ. വിട്ടേക്ക്. കമോൺ. എടി, ഗീത വരുന്നു. കയ്യിലെന്താ? ടിഫൻ ബോക്സാ? എങ്ങോട്ടാ? ഇവിടെ അടുത്ത് വന്നതാ. നിനക്ക് ജോലി വീണ്ടും കിട്ടിയോ? എന്താടി ഈ വഴി? അടുത്തൊരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതാ. ഇന്റർവ്യൂ 3 മണിക്കാ. അവിടെ ഇരുന്ന് ഊണ് കഴിക്കാൻ തോന്നിയില്ല. അതാ ഇങ്ങോട്ട് വന്നത്. നമ്മളെല്ലാം ഒന്നിച്ച് കഴിച്ച് എത്ര നാളായില്ലേ? ആ, തുറക്ക്. എടി, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? നീ എനിക്ക് വേണ്ടി ജോലി കളഞ്ഞിട്ട് ഇപ്പതേ കമ്പനി തോറും അലയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനിനി മിണ്ടില്ല.
ഒരു നിമിഷം, ഇതൊന്ന് പൂച്ചയ്ക്ക് കൊടുത്തിട്ട് വരാം. പൂച്ചക്കോ? പാവം, അതെന്തെങ്കിലും കഴിച്ചിട്ട് എത്ര നാളായി കാണും. എടി, എന്ന് നമ്മൾ ആ പൈപ്പിന്റെ അടുത്ത് പോകുന്നല്ലേ, എന്നിട്ട് ആ പൂച്ചയെ നമ്മൾ കണ്ടില്ലല്ലോ. അതെന്റെ ഓമന പൂച്ചയാടി, എനിക്ക് മാത്രമേ കാണാനൊക്കൂ. നീ വന്നോ? ഞാൻ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നീ വന്നില്ലെങ്കിൽ ഞാൻ ഉണ്ണാവൃതം തുടങ്ങുമായിരുന്നു. കൊള്ളാം. ദേ പിന്നെ അടുത്ത കമ്പനിയിൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു എന്നും ഇങ്ങനെ വരാനൊക്കില്ല. ദേ കഴിച്ചു. അയ്യോ, ദേ അവര് വരുന്നു, ഞാൻ പോവാ. ഹായ് അല്ലിമു. Hi, Bhasha. By the way, meet Mr. Jain. Hello. And it's my classmate Geeta. ഓ ഓക്കെ, സീ യു. ഹായ്. Hello, Prasad. Meet my friend Mr. Jain. ഹലോ. ഹലോ. He's our manager. ഐ സീ. നിങ്ങൾ പൊയ്ക്കോളൂ. സീ യു അഗൈൻ. ഓക്കെ. നല്ല കാര്യം. നമ്മൾ ഒരുമിച്ച് വന്നത് മുതലാളിയുടെ മോള് കണ്ടില്ല. കണ്ടാലെന്താ? അവൾ നേരെ ചെന്ന് മുതലാളിയോട് കൊടുത്തു കൊടുക്കും. ഓഹോ, ഇപ്പൊ മുതലാളിയുടെ നല്ല പിള്ളയാണെന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. അത് നഷ്ടപ്പെടുമെന്നായിരിക്കും മോന്റെ പേടി. ഏയ്, നീ എന്ത് പറഞ്ഞാലും ഞാൻ മുതലാളിയുടെ നല്ല പിള്ള തന്നെയാണ്. നിങ്ങളുടെ തനിനിറ എനിക്കല്ലേ അറിയൂ. ഹലോ സർ. ഹലോ, വരൂ വരൂ. കറക്റ്റ് പേജാണല്ലോ തിരിച്ചു വെച്ചിരിക്കുന്നത്. കറക്റ്റ് പേജോ? വെഡിങ് കോളം. ഇത് ഞാൻ നോക്കിയിട്ട് എന്ത് കാര്യം? അങ്ങനെയല്ല സർ, അടുത്ത ലക്കത്തിലേക്ക് നമുക്ക് ഇപ്പൊ തന്നെ ഒരു കോളം റിസർവ് ചെയ്ത് വെക്കണം. ആർ യു ഗോയിങ് ടു മാരി? യെസ് സർ. നോ സർ, സാറിന്റെ മകളുടെ കാര്യം പറഞ്ഞതാണ്. എന്റെ മകളുടെ കാര്യമാണോ? ഇനി ഞാൻ അവളെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ 6 മാസത്തിനകം അവൾ അവനെ വിട്ടിട്ടിങ് പോരും. എപ്പോഴവളുടെ മനസ്സ് മാറും, അവളെ മനസ്സിലാക്കുന്ന ഒരുത്തിന് അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയും. ഐ ഡോണ്ട് നോ വെൻ ദാറ്റ് ഹാപ്പി ഡേ വിൽ. ആ ദിവസം വന്നു കഴിഞ്ഞു സർ. ഉള്ളതോ? ആശ ഒരാൾ സ്നേഹിക്കുന്നുണ്ട്. എന്റെ മകൾ ഒരാളെ പ്രേമിക്കുന്നുവെന്ന്? യെസ്, ആശ ലവ്സ് എ ബോയ്. ഐ കാന്റ് ബിലീവ് ഇറ്റ്. സത്യമാണ് സർ. ഹു ഈസ് ദാറ്റ് ബോയ്? ആശയുടെ ക്ലാസ്മേറ്റ് ആണ്. മറ്റു വിവരങ്ങളൊന്നും അറിയില്ല. ജാതി, മതം. അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവൻ ഏത് ജാതിയായാലും ഏത് കുലമായാലും ഈസ് മൈ സൺ ഇൻ ലോ. ആശേ, പ്രസാദ് പറയുന്നതെല്ലാം സത്യമാണല്ലോ മോളെ, പിന്നെ നിഷേധിച്ചേക്കരുത്. നീയൊന്നും നാണിച്ചു കാണുന്നത് ഇപ്പോഴാണ്. വാ മോളെ. Now I am very, very happy. ആശേ, നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. നിനക്ക് ഇഷ്ടപ്പെട്ട കല്യാണം തന്നെ ഞാൻ നടത്തി തരുന്നുണ്ട്. ഓക്കെ? പ്രസാദ് സർ, കല്യാണത്തിന് ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്യട്ടെ? ആദ്യം ആ പയ്യനെ വിളിച്ചോണ്ട് പോവാ, ഞാനൊന്ന് കാണട്ടെ. നീ കളിക്കുന്ന കളി കൊഞ്ചം കൂടി ശരിയല്ലേ? എടാ പട്ടരെ, എന്റെ കളി ശരിയല്ലെന്ന് പറയുന്ന ആദ്യത്തെ ആള് നീയാ. എടാ സ്വാമി, ഇതെന്താണെന്ന് അറിയാമോ? വൈറ്റ് കോയിൻ. ഇതാണ് ആശ. ഇതെന്താണെന്ന് അറിയാമോ? റെഡ് കോയിൻ. അല്ലല്ല, ഇത് അവളുടെ അച്ഛനാണ്. സൂക്ഷിച്ചു നോക്കിക്കോ, ഇപ്പൊ രണ്ടുപേരെയും ഒരേ അടിക്ക് കുടിയിലെന്നുണ്ടോ? എടേ, ഒറ്റടിക്ക് രണ്ടുപേരെ വീഴ്ത്തുമെന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ സ്ട്രൈക്കർ നീയേ വീണല്ലോ. എന്താ കാതിനെ പൂ വെച്ചിക്കോ? പോ. ആ നോക്ക്, വാറണ്ട് വന്നു. സോളായിട്ട് വാങ്ങിച്ചോ, ഞാൻ പോകുന്നു. ഹലോ. ഹലോ, നിങ്ങളെ കാണാനാ വന്നത്. ഒരു നിമിഷം പ്ലീസ്. ആശയുടെ അച്ഛന് നിങ്ങളുടെ ഓഫീസ് എല്ലാം മനസ്സിലായിട്ടുണ്ട്. റിയൽ ഹി ഫീൽസ് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. വൈകുന്നേരം അദ്ദേഹം ഒരു ചെറിയ പാർട്ടി ക്ഷണിച്ചിട്ടുണ്ട്. തീർച്ചയായും വരണം. വണ്ടി അയക്കണോ അതോ? എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ കാറുണ്ട്. ഓക്കെ, ഐ വിൽ കം. ഷുവർ. See you. என்னடா இது அக்கிரமம்? அயல் உன்னோட பெண்ட் எடுக்கும்னு நினைச்சேன், உங்ககிட்ட பெண்ட் ஆகி போயிட்டான். എടാ സ്വാമി, അതിനെല്ലാം ഒരു മറുക് വേണം. മറുകോ?